ഒരു പ്ലാനിങ്ങും ഇല്ലാതെ എടുത്ത് തുടങ്ങിയൊരു വീഡിയോ ആണ് ഇട്ടത്. ഡേ ഇൻ മൈ ലൈഫും അതുപോലെ തന്നെ മോർണിംഗ് വ്ളോഗൊക്കെ ഇട്ടിട്ട് കുറേ അയക്കണം. എൻ്റെ കയ്യിലൊരു ചെറിയ ട്രൈപോഡ് ഉണ്ടായിരുന്നു. അത് പൊട്ടിയതിന് ശേഷം വീഡിയോ എടുത്ത് തരാൻ ഒരാളില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും കുറേ ആയിട്ട് എടുക്കലില്ലേനു. ഇപ്പോൾ ഇതാ പുതിയ ട്രൈപോഡൊക്കെ കിട്ടി. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ നമ്മൾ എണീറ്റ് വന്നപ്പോഴത്തേന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടാ. മോളെ കുളിപ്പിച്ച് ചായ എടുത്തു കൊടുത്തങ്ങാണ്ട് ഞാൻ എന്നും ചെയ്യണ പോലെ തന്നെ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണ്. ഇന്നത്തെ വലിയൊരു പണി എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഡ്രസ്സുകൾ മടക്കാനുണ്ട് കേട്ടോ. എല്ലാം അലക്കിയിട്ട് ഇങ്ങനെ കൊടുന്നിടുക എന്നല്ലാണ്ട് മടക്കി വെച്ചിട്ടില്ലേനു. അപ്പം അതൊക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കി വെക്കാന്ന് വിചാരിച്ച്. ഇതൊക്കെ കൂടെ മടക്കി വെക്കാൻ കുറച്ച് അധികം സമയം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം മടക്കി വെച്ച് കഴിഞ്ഞിരിക്കണം. നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം, അത് എന്ത് കാര്യം ആയിക്കോട്ടെ, അത് നല്ല നീറ്റായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലേ. മടക്കി വെക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളിതേ റൂമും പൂട്ടി ഇറങ്ങിയിരിക്കണം. ഈ റൂമിൽ നമ്മൾ അങ്ങനെ കിടക്കലൊന്നുമില്ല കേട്ടാ. ഇവിടെ എൻ്റെ കുറേ ബുക്സും പിന്നെ ഇതുപോലെ ഡ്രസ്സൊക്കെ കൊടുന്നിടുന്ന ഒരു സ്ഥലമാണത്. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ ഇറങ്ങി വന്നിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ വന്ന് ചായ കുടിച്ച് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പണി ഞങ്ങൾ കിടക്കുന്ന റൂം വൃത്തിയാക്കലായിരുന്നു. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ കിടക്ക വെയിലത്തിടുക. പിന്നെ അതേ റൂമിലുള്ള മാറാലൊക്കെ തട്ടി കട്ടിലും അലമാരയും ഡോറും ഒക്കെ ഒന്ന് അങ്ങോട്ട് തുടച്ച്. എൻ്റെ അനിയനും ഫ്രണ്ട്സൊക്കെ ഊട്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ കൊടുന്ന ക്യാരറ്റാണത്. പണീൻ്റെ ഇടയിൽ അതിമൊന്നൊരു കഷ്ണം എടുത്ത് കഴിച്ച്. ഇടയിലൊരാളെ തല കണ്ടില്ല നിങ്ങൾ. ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ ഓൾക്കും ചെയ്യണം. പിന്നെ ആ റൂമിലുണ്ടായിരുന്ന ഫാനുമ്പോൾ നല്ല പൊടി ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയെടുത്ത് ഫാനും കൂടെ വൃത്തിയാക്കിയതോടെ റൂമിലെ പണി തീർന്നു. പിന്നെ ടേബിളിൽ കുറേ സാധനങ്ങളൊക്കെ കിടക്കണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ച് വൃത്തിയാക്കി. അതുപോലെ തന്നെ ഇൻവേർട്ടറിൻ്റെ ആ ബോക്സും കൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. അതോടെ പരിപാടി കഴിഞ്ഞു. പിന്നെ നേരെ പോയി അടിച്ചൊരു തുടച്ച്